ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഒരു മഴ പെയ്തു തോന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നുമല്ല, ശ്രുതിയും സുതിയും തമ്മിലുള്ള ആ ഒരു അടിയും പിടിയും ഒക്കെ മാറി അങ്ങനെ നമ്മുടെ ശ്രുതി നല്ലൊരു സുന്ദര കുട്ടപ്പനായിട്ട് നേരെ പോവുകയാണ് ഇന്റർവ്യൂവിന്. ശ്രുതി പറഞ്ഞ അതേ ഷർട്ടൊക്കെ ഇട്ട്, പാന്റിന് ചേരുന്ന മാച്ചായ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പൊ കുറെ ഉപദേശങ്ങളൊക്കെ നമ്മുടെ ശ്രുതി കൊടുക്കുന്നുണ്ട്. എടുത്തു ചാടി ഒന്നും ആരോടും സംസാരിക്കുകയോ പറയുകയോ ചെയ്യരുത്, നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് നമ്മുടെ മനസ്സിലിരുന്നാൽ മതി, അവരെന്തൊക്കെ ചോദിക്കുന്നു അതിന് മാത്രം ആൻസർ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏതായാലും നമ്മുടെ ശ്രുതിയും കൂടെ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അമ്മേ ഞാൻ പോവാട്ടോ എന്നിങ്ങനെ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഇറങ്ങി വരുന്നു. ആ മോൻ പോവാടോ, പോയിട്ട് വാ, ഏതായാലും മോന് ജോലി കിട്ടും, അതെനിക്ക് ഉറപ്പാ, എനിക്ക് വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നാണ് അവിടെ സച്ചി വരുന്നത്. സച്ചി പറയുന്നത്, ഇവരെന്താ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ട് പോവാ? അല്ല, ഇന്നും പാർക്കിലേക്ക് തന്നെയാണോടാ പോകുന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറഞ്ഞു, എന്താ സച്ചിയോട് പറഞ്ഞില്ലേ ഇനി ആ കാര്യം ഇവിടെ സംസാരിക്കരുതെന്ന്? അല്ല, ഇവൻ ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല, പിന്നെ എന്തിനാ ഇവന് ഒരുങ്ങിക്കെട്ടി പോകുന്നത്? അതും കൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് പിന്നെ എന്റെ ശ്രുതിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടും, അത് ഉടനെ തന്നെ ഉണ്ടാകും, അതുകൊണ്ട് ഇന്റർവ്യൂവിന് പോകുക, അതാരും ചോദ്യം ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ, ഓഹോ ഇന്റർവ്യൂവിനോ? എന്തിനാ വെറുതെ എന്റെ പൊന്നു പൗഡർ എടുത്തി ഇവനെ ഇന്റർവ്യൂവിന് വിട്ട് സമയം കളയണത്? ഇവനെ ജോലി കിട്ടാൻ പോകുന്നില്ല. ഇത് കേട്ടതും ചന്ദ്ര, നിന്റെ നാക്കെടുത്ത് വളയ്ക്കാതെടാ. ഞാൻ നാക്കെടുത്ത് വളയ്ക്കുന്നൊന്നുമല്ല, ഇവന്റെ നാക്ക് കാരണം തന്നെ ഇവന് ജോലി കിട്ടാത്തത്. ഇവൻ വലിയ ആരാന്തങ്ങാണ്ടെന്നല്ല ഇവന്റെ വിചാരം. അതൊക്കെ ഒരു ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണം ആക്കിയതല്ലേ ഞാന്. ഇനിയിപ്പൊ എന്ത് ജോലി കിട്ടാനാ? ഞാനൊരു കാര്യം പറയട്ടെ, എടാ എന്റെ ജോലി ഡ്രൈവർ ജോലിയാ. നീയേ ഈ ഡ്രൈവർ ഒന്നായി നോക്കിക്കേ, ഒരു വണ്ടി എടുത്ത് ഒരു മാസം നീ ഈ ജോലിക്കൊന്ന് പൊക്കെ, ഒരു മാസം കൊണ്ട് 30,000 രൂപ സമ്പാദിക്കാൻ പറ്റും. അതൊക്കെ പോട്ടെ, നൈറ്റും കൂടെ ഓടുകയാണെങ്കിൽ അതിൽ കൂടുതൽ, അത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞത്, എന്താ സച്ചി നീ പറഞ്ഞത്? ഡ്രൈവർ ജോലിക്ക് പോകാനോ? എന്റെ ഭർത്താവിന് അത്രയും തരം താഴ്ന്ന ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേട്ടത് നമ്മുടെ രേവതി ഇങ്ങ് വന്നില്ലേ. എന്താ ശ്രുതി പറഞ്ഞത്? തരം താഴ്ന്ന ജോലിയോ? അപ്പൊ എന്റെ ഭർത്താവ് ചെയ്യുന്നത് തരം താഴ്ന്ന ജോലിയാണെന്നാണോ പറയുന്നത്? ഒരു ഡ്രൈവറെ, അത് ദൈവത്തിന്റെ സ്ഥാനത്ത് വരെ നമ്മൾ ഒരു ഡ്രൈവറിനെ കാണാന്, അറിയാലോ, എന്തിനും ഏതിനും ഒരു ഡ്രൈവറെ നമ്മുടെ കൂടെ കാണും. അവര് നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോയില്ലെങ്കിൽ, അവരുടെ ഒരു ശ്രദ്ധ പോയാല് നമുക്കപ്പോ അപകടം സംഭവിക്കും. അതൊക്കെ അറിയാലോ. ഡ്രൈവർമാരെ അത്രയ്ക്ക് കുറച്ചൊന്നും കാണണ്ട എന്ന് പറഞ്ഞപ്പം, അതെ ഡ്രൈവർമാരെ കുറച്ച് കണ്ടൊന്നുമല്ല, അതെ ഈ വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാ നല്ല ജോലി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ ഡ്രൈവർ ജോലിയും കൂലിപ്പണി എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും പറഞ്ഞിട്ടുള്ള ജോലിയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു, അതെ ജോലിനെ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കൊന്നും വേണ്ട, വിദ്യാഭ്യാസം ഉള്ള എല്ലാവർക്കും ഇപ്പം ജോലി കിട്ടി നടക്കുകയാണല്ലോ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് രേവതി നീ എന്റെ ഭർത്താവിനെ കളിയാക്കിയതല്ലേ? ഓഹോ, അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ഇറങ്ങിയേക്കല്ലേ എന്റെ ഭർത്താവിനെ കളിയാക്കാൻ വേണ്ടി? അപ്പൊ സച്ചി പറഞ്ഞു, പിന്നെ ഇവനെ കളിയാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഉള്ളത് പറയുമ്പോ കള്ളന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല. അല്ല എന്റെ പൊന്നാര പൗഡർ എടുത്ത് ഒരു കാര്യം ചെയ്യ, ഇവനെ തോളി വെച്ചോണ്ട് നടക്ക്. ഇവന് ജോലി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവന്റെ സ്വഭാവം നന്നാകാതെ ഇവന് ജോലി കിട്ടത്തില്ല. ആദ്യം ഇവന്റെ സ്വഭാവം നന്നാക്കാൻ നോക്ക്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇവനെ കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കുന്ന എന്തെങ്കിലും ജോലിക്ക് കൊണ്ടുപോകാന്. അതിന് കഷ്ടപ്പെട്ട പണി ഡ്രൈവർ ജോലി മാത്രമല്ല, ഇപ്പൊ ഒരു ഓഫീസിൽ ചെന്നിരുന്നാലും അല്ല വേറെ ഏത് ജോലി എടുത്താലും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ഓഹോ, അപ്പൊ അതറിയാലോ എന്റെ പൗഡർ എടുത്തേക്ക്. അപ്പൊ ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വവും ഉണ്ട്. പിന്നെ ഈ ഡ്രൈവർ ജോലി എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒന്നുമല്ല, അതും മന്ദബുദ്ധികൾക്കോ ബുദ്ധിയില്ലാത്തവർക്കോ ഒന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ഈ ഡ്രൈവർ ജോലി. അതിനും വേണം അത്യാവശ്യം വിവരവും ബോധവും ഒക്കെ. നിനക്കറിയാമോ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ നമ്മുടെ ശ്രദ്ധ പോകണ്ടെന്ന്? അതറിയാമോ? ഒരേ സമയം എത്ര സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നറിയാമോ? അതൊക്കെ ഇവനോട് പറഞ്ഞിട്ട് എന്തിനാ? ഇവന് പഠിച്ചത് മാത്രമല്ലേ അറിയത്തുള്ളൂ. കുറെ ഇരുന്ന് കാണാ പടം എന്തോ പഠിച്ചു, അതല്ലാതെ ഇവന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അറിയുമോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ കുത്തി പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ വന്നത്. രവീന്ദ്രൻ പറഞ്ഞു, എന്താ സച്ചി വീണ്ടും ഒരു പ്രശ്നം?
അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അച്ഛ വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്രുതിനെ കളിയാക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാ ശരിയാകുന്നത്? ശ്രുതി ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി നിൽക്കല്ലേ? ഇപ്പൊ തന്നെ എന്റെ ശ്രുതിയുടെ മൂഡ് കളയുക. നല്ല ഫ്രഷ് ആയിട്ട് പോകേണ്ടതല്ലേ? ഇപ്പൊ തന്നെ മനസ്സിൽ ഓരോന്ന് കയറ്റി കയറ്റി എന്റെ ശ്രുതിക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ തോന്നുമോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ എന്താടാ സച്ചി കാണിക്കുന്നത്? അവൻ പോയി ഇന്റർവ്യൂവിൽ പങ്കെടുക്കട്ടെ. നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുക, അല്ലാതെ നീ ഇങ്ങനെ അവനെ ഇങ്ങനെ താഴ്ത്തുകയാണോ ചെയ്യേണ്ടത്? ഒരു ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തോന്ന് പോസിറ്റീവ് പറയാനാ എന്റെ അച്ഛ? ഇവനെ കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഒരു പോസിറ്റീവും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടനെ വെറുതെ കുറ്റം പറയേണ്ട അച്ഛ. സച്ചേട്ടൻ ഡ്രൈവർ ജോലിക്കാരനാണ്, സച്ചേട്ടന്റെ ജോലിക്ക് അന്തസ്സില്ല, വിലയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു മറുപടി ആരെങ്കിലും കൊടുക്കാതിരിക്കുവോ? അത് തന്നെ സച്ചേട്ടന് ചെയ്തോളൂ. അപ്പോഴത്തേക്ക് ശ്രുതിയോട് പറഞ്ഞു, അതേ മോളെ, രേവതി പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അതിപ്പോ ഏത് ജോലിയും ആയിക്കോട്ടെ, ഏത് ജോലിയാണെങ്കിലും നമുക്ക് ദൈവം ആ ജോലി തന്നെയല്ലേ. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ സ്ഥാനത്ത് ആ ജോലിനെ കാണേണ്ടത്. അതുകൊണ്ട് ഒരു ജോലിയെയും കുറ്റം പറയേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഇന്ന ജോലി, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇന്ന ജോലി എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തേണ്ട ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ഒരു കാര്യം ചെയ്യ, നീ ഓട്ടം പോകാൻ നോക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പോവാ, ഞാനിനി ഇവിടെ പ്രത്യേകിച്ച് നിന്നിട്ട് എന്തിനാ? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എനിക്കറിയാം എന്തിനാ സച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. സച്ചി ഈ വീട്ടിലെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നും ചെലവ് തരുന്നുമുണ്ടെന്നും ഉള്ള ആ ഒരു ഇതും കൊണ്ടല്ലേ ഇപ്പൊ ഇത്രയൊക്കെ സംസാരിച്ചത്. അതെ, ഞാനും ഈ കുടുംബത്തിന്റെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നതാ. പിന്നെ എന്റെ ഭർത്താവ് ഇനി ജോലി ഉടനെ കിട്ടുമ്പോൾ നോക്കിക്കോളും. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്റെ ഭർത്താവിനെ കുറിച്ച് ആരും ഇവിടെ ഒന്നും സംസാരിക്കരുത്. ഒരു കാര്യം ചെയ്യ, ശ്രുതി പോകാൻ നോക്ക് എന്നും പറഞ്ഞ് ശ്രുതിനെയും ശ്രുതി പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിന്നെ അവിടെ ഉള്ളത് ശ്രുതിയും നമ്മുടെ ചന്ദ്രയും രേവതിയുമാണ്. അങ്ങനെ പറയാനുണ്ടോ? നമ്മുടെ രേവതി ഇങ്ങ് തുണി അലക്കാനോ എന്തോ എടുത്തോണ്ടൊക്കെ ഇങ്ങ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടി അങ്ങ് വളഞ്ഞിട്ട് പറഞ്ഞു, ചന്ദ്ര പറഞ്ഞു, എടി നീ നിന്റെ ഭർത്താവിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തേക്കല്ലേ ഓരോന്ന് പറയാന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, അല്ല ഞാൻ എന്റെ ഭർത്താവിനെ എന്ത് പഠിപ്പിച്ചു കൊടുത്തെന്ന് അമ്മ ഈ പറയുന്നത്? എന്റെ ഭർത്താവിനെ പറഞ്ഞു പഠിപ്പിക്കാൻ മാത്രം ഇവിടെ വല്ല സിനിമ ഷൂട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ പറഞ്ഞു പഠിപ്പിക്കാന്? ഹേയ്, എനിക്ക് തോന്നുന്നില്ല. എന്റെ ഭർത്താവ് സിനിമ ഷൂട്ടിങ്ങിനൊന്നും ഇതുവരെ പോയിട്ടില്ല, ഡ്രൈവർ ജോലിക്കാ പോകുന്നത്. ഓ, അധിക പ്രസംഗി, തർക്കുത്തരം പറയാൻ നിനക്ക് നന്നായിട്ട് അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രേവതി, എന്റെ ഭർത്താവ് ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാ സച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുന്നത്? അതിന്റെ പുറകെ നീ എന്തിനാ ഓരോന്ന് പറഞ്ഞു വരുന്നത്? ഇതിപ്പോ നല്ല കൂത്തായി പോയല്ലോ. അല്ല ശ്രുതി, ഞാൻ എന്ത് പറഞ്ഞുകൊണ്ട് വന്നെന്നാ ശ്രുതി പറയുന്നത്? എന്റെ ഭർത്താവിനെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, നിന്റെ ഭർത്താവിനെ പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അതുപോലെ എന്റെ ഭർത്താവിന്റെ ജോലിയെ കുറിച്ച് പറഞ്ഞാലോ എന്നും എനിക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു. അല്ലാതെ ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രതികരിക്കാതെ ഊമയായിട്ട് നിൽക്കണോ? എനിക്ക് നാക്കുള്ളത് കൊണ്ടേ ഞാൻ പ്രതികരിക്കും. അപ്പൊ വീണ്ടും ചന്ദ്ര, ഓഹോ ഭയങ്കര ധിക്കാരമാണല്ലോടി നിനക്ക്. എനിക്ക് കുറച്ച് ധിക്കാരം ഉണ്ടമ്മേ. അറിയാം നീ വലിയ ബിസിനസ് നടത്തുന്നോണ്ടായിരിക്കും നീ ആ വള്ളിയും പുള്ളിയും നാരും ഒക്കെ ആയിട്ട് ഇരിക്കുള്ളൂടി. ആ പൂവൊക്കെ ആയിട്ട് നിന്റെ കടയിൽ ഇരിക്കുള്ളൂ. അവിടെ നിന്ന് ഒരു മെച്ചവും നിനക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കൂടിപ്പോയാൽ നിനക്ക് 1000 രൂപ കൂടുതൽ ഒരു ദിവസം സമ്പാദിക്കാൻ പറ്റുമോ? 1000 രൂപ പോലും സമ്പാദിക്കാൻ നിനക്ക് പറ്റത്തില്ലല്ലോ. പക്ഷെ ഈ നിൽക്കുന്ന എന്റെ ശ്രുതി മോൾ അങ്ങനെയല്ലടി. ഇവളെ ഒരു കടയുടെ ഓണറാ, അതും ബ്യൂട്ടി പാർലറിന്റെ. എത്ര ലക്ഷം രൂപയാണെന്നറിയാമോ ഒരു ദിവസം എന്റെ ശ്രുതിമോൾക്ക് വരുമാനമായിട്ട് വരുന്നത്. അതുകൊണ്ടേ നീ നിലത്ത് നിൽക്കുക, ഒരു പൂക്കട ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് അവളങ്ങോട്ട് തലയണ മന്ത്രം ഓടുവല്ലേ കെട്ടിയവനോട്. എന്ത് തലയണ മന്ത്രം അമ്മേ ഞാൻ ഊതിയത്? അല്ല, നിനക്ക് നിന്റെ കെട്ടിയവൻ പൂ ഇട്ട് തരാൻ നീ എന്തൊക്കെ, പൂക്കട ഇട്ട് തരാൻ നീ എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കാണും. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭർത്താവിനെ ഒന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാളും എന്റെ കൂടെ ആയിരുന്നു എന്റെ ഭർത്താവ്, അമ്മയുടെ കൂടെ അല്ലായിരുന്നോ? എന്നിട്ട് അമ്മ പറയുന്ന എന്തെങ്കിലും എന്റെ ഭർത്താവ് അനുസരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെയാണോ ഞാൻ പറയുന്ന എന്റെ ഭർത്താവ് അനുസരിക്കാൻ പോകുന്നത്? അതുകൊണ്ടൊരു കാര്യം പറയുക, അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. നിങ്ങളുടെ മകൻ നിങ്ങൾ പറയുന്ന വഴി പോലും ഇതുവരെ കേട്ടിട്ടില്ല, പിന്നെയല്ലേ ഞാൻ പറയുന്നത് കേൾക്കണത്. പിന്നെ എന്റെ ഭർത്താവ് എനിക്കൊരു പൂക്കട ഇട്ട് തന്നത് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ. ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തരം താഴ്ന്നു നിൽക്കുന്നത് എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല, അതും കൊണ്ടാ എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് നോക്കി തന്നെയാട്ടോ പറഞ്ഞത്. ശ്രുതി ഇത് കേട്ടതും, ഓഹോ അപ്പൊ എന്റെ ഭർത്താവ് എന്നെ തരം താഴ്ത്തി എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? വീണ്ടും നീ കുത്തി കുത്തി സംസാരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ആരെക്കുറിച്ചും കുത്തി കുത്തി സംസാരിച്ചിട്ടൊന്നുമില്ല. ചോദിച്ചതിന് ആൻസർ പറഞ്ഞു, അല്ലാതെ എനിക്ക് കുത്തി കുത്തി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഈ മാറ്റർ ഞാൻ ഇനി ഇവിടെ സംസാരിക്കുന്നില്ല. എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ ടൈം പോകും. എനിക്ക് ഇവിടെ അത്യാവശ്യം ജോലി ചെയ്തിട്ട് പൂക്കടയിൽ പോയി ഇരിക്കാനുള്ളതാ. അതിപ്പോ 500 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും ഒരു ദിവസം ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അത്രയ്ക്ക് വലുതായിട്ട് തന്നെയാ കാണുന്നത് എന്നും പറഞ്ഞു നമ്മുടെ
രേവതി അങ്ങ് പോയി കേട്ടോ. ചന്ദ്ര പറഞ്ഞു, അവളുടെ ഈ നാക്കിന് അവസാനം ഉണ്ടാക്കി ഞാന്. മോളെ, അവള് ചിലക്കട്ടെ. അവൾ ഈ ചിലക്കുന്നതേ ഈ അണയാൻ പോകുന്ന തീ ആളി കത്തുവെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിനു വേണ്ടിയാ. അവളുടെ കെട്ടിയോൻ തന്നെ അവളെ തള്ളി പറയുന്ന ദിവസം ഉടനെ ഉണ്ടാകും. നോക്കിക്കോ. അവളുടെ അഹങ്കാരം ഈ പൂക്കടയാണെങ്കിൽ ഈ പൂക്കട തന്നെ ഇവിടുത്തെ തല്ലി ഓടിച്ച് പൂക്കടയൊക്കെ മാറ്റാൻ എനിക്കറിയാം. ഞാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മോള് കണ്ടോ, അവളുടെ അഹങ്കാരത്തിന് ഞാനുണ്ടല്ലോ അവസാനം കുറിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ നിൽക്കുന്നു. ഈ സമയമാണ് പിന്നെ നമ്മുടെ സുധീനെ കാണിക്കുന്നത്. സുധിയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ് കേട്ടോ. ജോലിയൊന്നും പാവത്തിന് ഒരു സ്ഥലത്തും ആയിട്ടില്ല. അങ്ങനെ ഓരോ കമ്പനികളിലും അവിടെയും ഇവിടെയും ഒക്കെ പോയി നടക്കുന്ന കാണിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ശ്രുതി ചെന്നെത്തപ്പെടുന്നത് ഒരു ലേഡി ഉണ്ടല്ലോ, നമ്മുടെ ശ്രുതിയുടെ ക്ലയന്റ് ആയിരുന്ന ഒരു ലേഡി. അപ്പൊ ആ ലേഡിയുടെ ഓഫീസിൽ തന്നെയാണ്. അവിടെ മുമ്പ് നമ്മുടെ ശ്രുതി ചെന്നിരുന്നു. അപ്പം ശ്രുതി അവരെ പുച്ഛിച്ച ലേഡീസ് അവിടുത്തെ മാനേജറായിട്ട് ഇരിക്കുന്നത് കൊണ്ടോ MD ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടോ പുള്ളിക്കാരൻ അവിടെ നിൽക്കാൻ കുറച്ചിലാണെന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അതും അവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞതാണ്. ലാസ്റ്റ് അവിടെ തന്നെ ചെല്ലേണ്ടി വരികയാണ് നമ്മുടെ ശ്രുതിക്ക്. കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. കർമ്മം എന്നൊരു സംഭവം ഉണ്ട്. നമ്മൾ ചെയ്തതേ നമുക്ക് കിട്ടൂ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ശ്രുതി അവിടെ ചെന്ന് ഇന്റർവ്യൂവില് പങ്കെടുക്കാൻ വേണ്ടി കയറി. ശ്രുതിയോട് വരാൻ പറഞ്ഞു. കയറി. ശ്രുതിനെ കണ്ടതും ആ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടോ. ആ പുള്ളിക്കാരി പറഞ്ഞു, അല്ല, രോഹിണിയുടെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ആ അതെ, ഞാൻ രോഹിണിയുടെ ഹസ്ബൻഡാണ്. ഓ, പേരെന്തായിരുന്നു? എന്റെ പേര് ശ്രുതി. അയ്യോ, ഭയങ്കര വിനയമാണല്ലോ ശ്രുതി നിനക്ക്. ആ, ശ്രുതി ഇവിടെ ജോലിക്ക് വേണ്ടി വന്നിരുന്നല്ലോ. അല്ല, ഒരു ദിവസം ജോയിൻ ചെയ്യാൻ വന്നിട്ട് എന്തോ ഇവിടെ വുമൻസ് ആണ് വർക്ക് ചെയ്യുന്നതെന്നോ വുമൻസിന്റെ അധികാരമാണെന്നോ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. അത് പിന്നെ അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ മേഡം. അബദ്ധോ? എന്തബദ്ധം? അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? താങ്കള് ഏതോ കാർ ഷോറൂമിലായിരുന്നല്ലോ വർക്ക് ചെയ്യണത്, എന്നോട് ശ്രുതി പറഞ്ഞായിരുന്നു. അതെ, ആ കാർ ഷോറൂമിൽ നിന്ന് എനിക്ക് തൽക്കാലം ഇറങ്ങേണ്ടി വന്നു. എന്താ ഇറങ്ങാൻ കാരണം? അത് പിന്നെ കാരണം പലതും കാണുമായിരിക്കും, അത് ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ എനിക്ക് ശ്രുതിയോട് പറയാനുള്ളതേ, ഇപ്പോഴും ഇവിടെ ലേഡീസ് സ്റ്റാഫ് തന്നെയാ കുറെ ഭൂരിപക്ഷം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യാൻ ശ്രുതിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ മേഡം, അങ്ങനെയൊന്നും എനിക്കില്ല. ഓഹോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടെ കിടന്ന് പറഞ്ഞത്. എന്റെ പൊന്നു ശ്രുതിക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ ശ്രുതിക്ക് വിവരം ഒട്ടുമില്ല. ഇപ്പോഴും ശ്രുതിയുടെ വിചാരം പെണ്ണുങ്ങളെല്ലാം തന്റെ കാഴ്ചവീട്ടിൽ വന്ന് കിടക്കണമെന്നാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിയില്ലാഞ്ഞിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. വേറെ ഒരു സ്ഥലത്തും ശ്രുതിക്ക് ജോലി കിട്ടുന്നില്ലല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ താങ്കളുടെ മനസ്സിലുള്ള മനസ്സിലിരിപ്പ് മാറ്റിയിട്ടല്ലെന്നും എനിക്കറിയാം. പിന്നെ താങ്കൾക്കൊരു വിചാരമുണ്ട്, ശ്രുതിയുടെ ക്ലയന്റ് ആയതുകൊണ്ട് തന്നെ ഞാന് ശ്രുതിയുടെ ആ ഒരു ഇതിൽ വെച്ച് നിങ്ങൾക്ക് ജോലി തരുന്നല്ലേ? ഒരിക്കലും നിങ്ങൾക്ക് ഞാനിവിടെ ജോലി തരില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്ക്, ഇവിടെ ഒരുപാട് പോസ്റ്റ് ഒഴിവുണ്ട്. പക്ഷേ ശ്രുതിക്ക് തരാനായിട്ട് ഇവിടെ ജോലിയില്ല. ഇനി നിങ്ങൾക്ക് ജോലി തന്നു കഴിഞ്ഞാലേ എന്റെ സ്വഭാവമാണല്ലോ മാറിപ്പോകുന്നത്. എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തില്ലേ? കാരണം ഞാന് നിങ്ങളുടെ വരുതിയിൽ വന്നതാണെന്ന് ഓർക്കില്ലേ? ഇവിടുത്തെ സ്റ്റാഫുകൾ എന്നെ കളിയാക്കില്ലേ? MD ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്ത് വില കിട്ടും? അതുകൊണ്ട് ഇവിടെ തൽക്കാലം തനിക്ക് ജോലിയില്ല, താൻ പൊക്കോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ശ്രുതി അവിടെ നിന്നും വീണ്ടും പോവുകയാണ്. ശ്രുതിക്ക് അറിയില്ല എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഇനി എവിടെ ചെന്നാൽ ജോലി കിട്ടും, എവിടെ ചെന്ന് തനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇതിനിടയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയും വർഷയും സംസാരിക്കുന്നത്. അങ്ങനെ ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വർഷ ചെന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. സാരമില്ല, പോട്ടെ, ഒരു കാര്യം ചെയ്യുക, ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം ശ്രുതിക്ക്. ശ്രുതി സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഇട്ട് കൊടുക്കുക ഭർത്താവിന്. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കീഴിൽ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം, അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ അതിന് ശ്രുതിയുടെ അച്ഛനോട് ചോദിക്കണം, ശ്രുതിയുടെ അച്ഛൻ വലിയ പണക്കാരനല്ലേ എന്ന് പറയാ. ഇത് കേട്ടുകൊണ്ട് ചന്ദ്ര വെളിയിൽ നിൽപ്പുണ്ട് കേട്ടോ. ചന്ദ്രയുടെ മനസ്സിൽ ലഡു പൊട്ടുകയാണ്. ഏതായാലും ഈ ഐഡിയ കൊള്ളാന്ന്. ഏതായാലും ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, ടിപ്പൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇന്ന് വൈകിട്ട് പ്രമോവിശേഷം ഇടുന്നതല്ലായിരിക്കും. ഇപ്പൊ നമ്മൾ പ്രമോവിശേഷം ഇട്ടത് കൊണ്ട് നമ്മൾ വൈകിട്ട് 8 മണിക്ക് പ്രമോവിശേഷം രേവതിയുടെ സച്ചിയുടെ ഇടുന്നതല്ലായിരിക്കും കേട്ടോ. നയനയുടെയും ആദർശിന്റെയും പ്രമോവിശേഷം നമ്മൾ കറക്റ്റ് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.